ആനമതിൽ നിർമ്മാണത്തിന്റെ മറവിൽ ആദിവാസി പുനരധിവാസത്തിന് മാറ്റിവെച്ച ഭൂമി പിടിച്ചെടുക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കുക, ആറളം ഫാം ആദിവാസി ഭൂമി കുത്തകപാട്ടത്തിന് കൈമാറുന്ന നടപടി നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആദിവാസികൾ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ശ്രീരാമൻ കൊയ്യോൻ ഉദ്ഘാടനം ചെയ്തു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി, ആദിവാസി ഗോത്ര ജനസഭ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ധർണ. ഏറ്റെടുത്തുകൊണ്ടുള്ള ഉത്തരവുണ്ടായപ്പോഴാണ് പുതിയ നയവുമായിട്ട് വരുന്നത്. അതായത് ഫാമ പകുതിയായി തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി മാറ്റും, പകുതി ആദിവാസികൾ. നമുക്കറിയാം, നിങ്ങളൊക്കെ പലരും പത്രമാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഫാമിൽ പോയിട്ടുള്ള ആളുകളാണ്. അതായത് 1 മുതൽ 6 ബ്ലോക്കും 8ാം ബ്ലോക്കുമാണ് ഫാമായി നിലനിർത്തുന്നത്. ഏറ്റവും കാതലായ ഭൂമി ആദിവാസികൾക്ക് നൽകിയതാവട്ടെ അവരുടെ പണം കൊടുത്തിട്ട് വാങ്ങിയിട്ട് പോലും അവർക്ക് ആന ശല്യമുള്ള സ്ഥലം. അതോടൊപ്പം തന്നെ ചെങ്കുത്തായി കിടക്കുന്ന പാറക്കെട്ടുകൾ, കുടിവെള്ളം പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത മേഖലകൾ ആദിവാസികൾക്കായി അളന്നു കൊടുത്തു. എങ്കിലും ഉള്ള സ്ഥലം എങ്ങനെ പൊന്നാക്കി മാറ്റാമെന്നുള്ളതായിരുന്നു ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. അങ്ങനെ 1ാം ഘട്ട പട്ടമേളയിലും 2ലും 3ലുമെല്ലാം പട്ടയമേളയിൽ ഭൂമി കിട്ടിയ ആളുകളെ അവിടെ നിലനിർത്താൻ പല ശ്രമങ്ങളും നടത്തി. ആറളം ഫാം ആദിവാസി സ്വയംഭരണ മേഖലയായി പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത്. പി കെ കരുണാകരൻ അധ്യക്ഷനായി. സി കെ കുഞ്ഞിരാമൻ, മുനവർ ഇരിക്കൂർ, എൻ സതീശൻ, വി ശോഭ, ഷൈജു കൊറ്റാളി, കുഞ്ഞമ്പു കല്യാശ്ശേരി, പത്മനാഭൻ മൊറാഴ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.